ബോർഫക്കാനിൽ കണ്ണെത്താ ദൂരത്തോളം ബോഗൻവില്ല പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മൗണ്ടെയ്ൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു 27 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. അതുകൊണ്ട് രാവിലെ ഒരു 5 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സൺറൈസ് കാണുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ യാത്രയുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇറങ്ങിയാലേ കറക്റ്റ് സമയത്ത് നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റുള്ളൂ. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ. ഓരോ തവണ വരുമ്പോഴും ഓരോ ഭംഗിയാണ് ഈ സ്ഥലത്തിന് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സൺറൈസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലല്ല സൺസെറ്റിൻ്റെ സമയത്ത് ഇവിടെ വരുമ്പോൾ. അതുപോലെ തന്നെ വിൻ്റർ ടൈമിൽ നമ്മൾ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബായിരിക്കില്ല. ഇപ്പോൾ ഈ വിൻ്ററൊക്കെ മാറി തുടങ്ങി, തണുപ്പൊക്കെ മാറി തുടങ്ങിയ ഈ ഒരു സമയത്ത് ഈ ഒരു പ്ലേസിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ വിൻ്ററിൻ്റെ ഏകദേശം ഒരു ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൈൽഡ് ആയിട്ടുള്ള തണുപ്പ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു തണുപ്പിലും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാന്നുള്ളത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓരോ തവണ വരുമ്പോഴും പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്ലേസിൽ നിന്ന് കിട്ടുക. ഇവിടുത്തെ സൺറൈസും ഈ സ്പേസ് ഷിപ്പിൻ്റെ ഷേപ്പിലുള്ള റെസ്റ്റോറൻറ്റൊക്കെയാണ് ഈ പ്ലേസിലെ മെയിൻ ഹൈലൈറ്റ് എന്നുണ്ടെങ്കിലും അത്ര തന്നെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ പിങ്ക് നിറത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ബോഗൻവില്ല പൂക്കൾ കാണാനായിട്ട്. പ്രത്യേകിച്ച് ഈ ഉദിച്ച് വരുന്ന സൂര്യപ്രകാശത്തിൽ ഈ പൂക്കൾ കാണാനായിട്ട് ഒരു പ്രത്യേക തരം ഭംഗിയാണ്. നിങ്ങൾ UAE-ലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും UAE വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ കേട്ടോ. അത് മാക്സിമം സൺറൈസിൻ്റെ സമയത്ത് വരാൻ തന്നെ ശ്രമിക്കണം. ഒരു പ്രത്യേക ഫീലാണ് അത്. എനിക്ക് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നോ ഈ വിഷ്വൽസിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നോ എനിക്കറിയില്ല. പക്ഷേ ടോട്ടലി വർത്ത് ഇറ്റ്.